ഈ CPM-ഉം BJP-യും തമ്മിലുള്ള ഈ അവിഹിതമായ ബന്ധം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ട് നടക്കുന്നത്, ഈ കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന കേസുകൾ വെച്ച് മുഖ്യമന്ത്രിയെ വരെ ഭീഷണിപ്പെടുത്തി BJP-യുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇവര് BJP-യുമായി ധാരണയിലെത്തിയിട്ടുള്ളത്. ഞങ്ങൾ വീണ്ടും പഴയ ചോദ്യം ആവർത്തിക്കുന്നു. കേരളത്തിന്റെ BJP-യുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറിനെ എന്തിനാണ് കേരളത്തിലെ LDF കൺവീനർ കണ്ടത്? എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നിരവധി പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തിയത് പ്രകാശ് ജാവദേക്കറുമായി? ഈ കൂടിക്കാഴ്ചകളിലാണ് കേസുകൾ SNC ലാവ്ലിൻ അടക്കമുള്ള കേസുകൾ, ഇപ്പോൾ ED അന്വേഷിക്കുന്ന കേസുകൾ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി കൊടുക്കാം എന്ന വാക്കിന്റെ പുറത്താണ് കേരളത്തിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം കേരളത്തിലെ CPM ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ഈ അവിഹിതമായ ബന്ധത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇനിയും തുറന്നു കാട്ടി ഞങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ഈ സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത്. വളരെ വ്യക്തമായി സർക്കാരിനോടുള്ള അമർഷവും രോഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വളരെ വ്യക്തമാക്കും. അല്ല, CAA കുറിച്ച് കാപട്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? CAA കേരളത്തിൽ നടപ്പാക്കില്ല. കേരള ഗവൺമെന്റിന് എന്ത് കാര്യം CAA നടപ്പാക്കാൻ? CAA നടപ്പാക്കരുതെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. അവിടെയാണ് CAA ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ആളുകളല്ലേ. ഇവര് CAA പറ്റി ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ മുസ്ലിം വോട്ടിനെ ലക്ഷ്യമിട്ടിട്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുന്നവരാണോ ആ വിഭാഗം ആളുകൾ? അവർക്ക് രാഷ്ട്രീയ ബോധ്യങ്ങളില്ലേ? എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണതിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ കൂടണം? പിണറായി വിജയൻ അവരെ കബളിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. CAA കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ബംഗാളിൽ ഗവൺമെന്റ് മമതാ ബാനർജിയുടെ ഗവൺമെന്റാണ്. അവിടെ അവര് CAA ആളുകൾക്ക് കൊടുത്തില്ലേ? സംസ്ഥാന സർക്കാരിന് വല്ല കാര്യമുണ്ടോ? ഇനി സംസ്ഥാന സർക്കാർ എതിർത്താൽ, മമതാ ബാനർജിയുടെ ബംഗാൾ സർക്കാർ എതിർത്താൽ CAA വലിയ ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ പറ്റുമോ? കൊടുത്തല്ലോ അവിടെ. അപ്പൊ കബളിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തൃശ്ശൂരിൽ ഒത്തുതീർപ്പുണ്ടെന്ന് പറയുന്നു. ഒപ്പം കോൺഗ്രസിന്റെ സംഘടനാപരമായ ഒരു പരാജയം കൂടി അവിടെ സംഭവിച്ചു. അല്ലാതെ ഞങ്ങൾ പരിശോധിക്കും, തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും. കാരണം ആലത്തൂരിലെ നേരിയ ഭൂരിപക്ഷത്തിലുള്ള പരാജയവും തൃശ്ശൂരിലെ പരാജയവും തീർച്ചയായിട്ടും പരിശോധിക്കും. UDF-ഉം പരിശോധിക്കും, പാർട്ടിയും തീർച്ചയായും ഗൗരവതരമായി പരിശോധിക്കും. അല്ല, അതുകൊണ്ട് മാത്രമല്ല പല സാഹചര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ പല സാഹചര്യങ്ങൾ വന്നു, പല കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് അവിടുത്തെ ഞങ്ങളുടെ പരാജയത്തിൽ. അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും തീർച്ചയായും. സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല. അവിടെ ചെറിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്നത് BJP-ക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം CPM ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇത്. അതല്ല, അവരുടെ വോട്ടുകൾ പോയി എന്നത് മാത്രമല്ല, അവിടെ BJP-ക്ക് വർഗീയമായി അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി, ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി, അവരിലേക്ക് വോട്ടുകൾ കൂടുതൽ ചെന്നെത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ തൃശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞത്. കേട്ടുകേൾവിയുണ്ട് തൃശൂർ പൂരം പോലീസ് കലക്കുന്നത്. അതുകൊണ്ടല്ല, അവര് കരുവന്നൂരിൽ CPM നേതാക്കന്മാർ മുഴുവൻ ഭയന്നാണ് അവിടെ. ഞാൻ എത്ര പ്രാവശ്യം ഇലക്ഷൻ കാലത്ത് പറഞ്ഞു, ഭയന്നാണ്. ഓരോ പ്രാവശ്യവും വിളിക്കും, എന്നിട്ട് പറയും അർസിയില്ല, പിന്നെ വരാൻ പറയും. അങ്ങനെ 2-3 പ്രാവശ്യം വിളിച്ചു വരുത്തി ഏത് നിമിഷം വേണമെങ്കിലും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കി. ഭയന്നാണ് അവർ നടത്തിയത് ഇലക്ഷൻ.